This action increased the level of repeated failure of the U.S. Army. It became clear to all of the cowardly and defeated U.S. Army in this imposed war. It is not considered summoning a superior force in face of the vulnerable of the Iranian armed forces. Following ഇറാനിൽ കുടുങ്ങിപ്പോയ അമേരിക്കയുടെ പൈലറ്റിന് അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അമേരിക്കയുടെ വീരപ്രവർത്തകർ അമേരിക്കയുടെ ഒരു ഭരണയും യുദ്ധത്തിനിടയിൽ ശത്രുക്കളുടെ കയ്യിൽ വൃത്തിയാക്കാൻ അമേരിക്കയുടെ മൈറ്റി പവർ എന്ന വീണ്ടും അമേരിക്ക എന്നുള്ള രാജ്യം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു പൈലറ്റ് ശത്രുവിന്റെ കയ്യിൽ നമ്മൾ നോക്കുമ്പോൾ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കുന്നത് വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ ഒരുപാട് യുദ്ധത്തിൽ മരിക്കുന്നു ആരും മരിക്കരുതെന്ന ആളുകൾ യുദ്ധത്തിൽ അത് യുദ്ധത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ്. അപ്പൊ പക്ഷേ ജീവനോടെ ഒരു ഘടകത്തിൽ വൈമാനിക സ്വാഗതം പ്രസിഡന്റ് ചോദിച്ചു ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ച നിമിഷത്തെ ശമിക്കുകയാണ് ഇപ്പോൾ ട്രംപ് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ പറയാൻ കാരണമായി ഏറ്റവും പുതിയ ദൃശ്യം ആദ്യമാണ്. ഇറാൻ വെടിവെച്ചിട്ട പോർ വിമാനത്തിന്റെ പൈലറ്റിനെ രക്ഷിക്കാൻ പോയ അമേരിക്കൻ സംഘത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ്. അതായത് ട്രംപ് പറഞ്ഞതുപോലെ ആ ദൗത്യം വിജയിച്ചില്ല. പൈലറ്റിനെ രക്ഷിച്ചെങ്കിലും ദൗത്യം ദുഷ്കരമായി. അമേരിക്കൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടവും സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പൈലറ്റിനെ രക്ഷിക്കാൻ വന്ന 2 വിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളും തങ്ങൾ തകർത്തു എന്നാണ് ഇറാൻ ദൃശ്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് അവകാശം. എന്നാൽ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം അമേരിക്കൻ സൈന്യം പറയുന്ന വിശദീകരണം ട്രംപ് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുടെ ജനതകളുടെ ജീവൻ നഷ്ടപ്പെടാൻ വികൃതമുണ്ടായാൽ അത് വലിയ നഷ്ടമാണ്, വലിയ ഒരു സ്വത്താണ്. നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ രാജ്യങ്ങളുടെ നഷ്ടമാണ്, വലിയ ഒരു ശുദ്ധീകരിച്ച യുറേനിയത്തിന്റെ ഒരു നല്ല ഉണ്ട് എന്ന് അമേരിക്ക കരുതുന്നത് ഇസ്ഫഹാനാണ്. അത് മറ്റു നിലയിലൊക്കെ കുറച്ചുകൂടി ഉപദ്രവപ്പെടുത്താം. ഇത് ഏത് നദിയിലാണ് ബോംബുകൾക്ക് എത്തിച്ചേരാൻ സുരക്ഷിതമായിരിക്കുന്ന യുറേനിയം ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ഒരു സൈനിക നടപടിയിലൂടെ മാത്രമേ ഒരുപക്ഷെ അത് റിട്രീവ് ചെയ്യാനാവും, ആ രാജ്യത്തോട് കടന്നു പോകാനാവും. ആ നിലയിൽ അതുപോലെ ഫർദോയിലെ അവസ്ഥയിലും വീണ്ടും ഉറപ്പുണ്ടായി. അതാണ് ഈ 3 നിലകളാണ് കഴിഞ്ഞ വർഷം ആക്രമണ വിജയമായ 6 നിലകൾ. ഇപ്പോൾ വൃക്ഷക നിലയോ ആക്രമണ നിലയമല്ല, 2ാമത്തെ നിലയം ആക്രമിക്കുന്നത് വൃക്ഷകം സത്യത്തിൽ ഭീകരണം അവരുടെ ആക്രമണത്തിന്റെ തീവ്രത പരിഹരിക്കുമ്പോൾ ആണവ ഭീകരണ സാധ്യത കൂടുതലാണ്. പക്ഷേ ആ ഭീകരണം സംഭവിച്ചതായി റിപ്പോർട്ട് വരുന്ന അതിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ജന്മ സ്ഥലമല്ല. ഇനി ദക്ഷിണ കൊറിയയിലാണ് ഇറാൻ ജന്മം പറയുകയും ചെയ്തു. ഒരു വലിയ ആണവ ഭീകരണം ഉണ്ടായാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കാൻ വളരെ അടുപ്പം വരാൻ ചെയ്യുന്നതായ കുവൈറ്റും ഇറാഖും അതുപോലെ ഖത്തർ ഒക്കെയാണ് സൗദി അറേബ്യയുടെ വളരെ ഇതെല്ലാം കൂടുതൽ ഭീഷണി നേരിടുന്നത്. യുഎഇ ഒമാൻ ഇറാൻ കിഴക്കോളം 2 months ago, Dubai was the epicenter of wealth with a 94% occupancy rate. Today, that number has dropped straight below 20%. You heard it right. Dubai International Airport, once the busiest in the world, is now eerily silent. The golden corridors are deserted. Star Hotel is empty. Even at the foot of the magnificent Burj Khalifa, the long lines of people stretching for kilometers have vanished without a trace. The city known as the city that never sleeps seems to be falling into a deep coma. Dubai is cracking and fracturing at an unstoppable pace. What caused this luxurious empire to collapse in the blink of an eye? The truth behind these abandoned
skyscrapers will send shivers down your spine. Let's decode the sudden decline of the richest city in the world right now. Take a close look at what is happening in Dubai right now. Dubai International Airport, once the lifeblood of global tourism, now looks like an abandoned terminal. The electronic board is no longer filled with flights, but full of the words delayed, canceled, rescheduled. This is the busiest hub in the world, and now almost no one passes through. Don't get me wrong, this is not a short-term pause or a decline. What is really going on? But that's just part of it. Looking over at the infinity pool that used to be the sanctuaries of the ultra-rich on Instagram, now they're സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരെണ്ണം യൂണിയന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. വേണ്ടി പോരാടുന്ന അറിയിപ്പ് ഇതിനൊക്കെ തന്നെ ചില മാർഗങ്ങളുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഈ അവിടെ വിദേശകാര്യ മന്ത്രി മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അമേരിക്കയെ ജനതയ്ക്ക് പോലും പിന്തുണ അറിയിക്കുകയാണ്. ട്രംപിന്റെ നയങ്ങളെയാണ് ഇറാൻ വിമർശിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിന് കാരണം അമേരിക്കയിലെ ജനതയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വരുന്നത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിരീക്ഷിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇതിൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സിഐയൊക്കെ അടിമുടി പിഴച്ചു എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഇറാനിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ ശേഖരണത്തിൽ അവർക്ക് പാളി എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്ത് എത്രമാത്രം ആയുധശേഷിയുണ്ട്, അവരുടെ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഏത് അറ്റം വരെ പോകാൻ കഴിയും, ഇതെല്ലാം വിലയിരുത്തുന്നതിൽ ഇങ്ങനെയുള്ള ഏജൻസികൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. സൈന്യത്തിന്റെ തലപ്പത്ത് ഇങ്ങനെ നടക്കുന്ന മാറ്റങ്ങൾക്ക് അതുകൂടി കാരണമായിട്ടുള്ളത്. അതുകൂടി നമ്മൾ ചേർത്ത് പറയണം. പല കാരണങ്ങൾ പറയുന്നത് യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നു എന്നത് ഒരു ആക്ഷേപമായി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പണ്ഡിറ്റ് ജോർജിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതാണ്. കാരണം മാത്രമല്ല യുവ സൈനികർ